ഞാൻ വന്നേക്കുന്നത് നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. ക്രോയിസന്റ് എല്ലാവർക്കും അറിയുന്നതാണ്. എൻ്റെ മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ. അപ്പൊ നമുക്കൊരു അടിപൊളി ക്രോയിസന്റ് ഉണ്ടാക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എയർ ഫ്രയറിലാണ്. എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട് വെക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ചെറു ചൂടോട് കൂടിയ പാല് ഒരു 3/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ഒരു അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് എങ്കിലും ഇതൊന്ന് മൂടി വെക്കണം. ഈ ഈസ്റ്റ് ഒന്ന് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മൂടി വെക്കുന്നത്. ഇപ്പൊ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് ഈസ്റ്റ് ഒക്കെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പതഞ്ഞ് വേണം വരാനായിട്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആദ്യം 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഇട്ടേക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് നിൽക്കാനാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആക്റ്റീവായി വെച്ചേക്കുന്ന ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ടോട്ടൽ ഞാൻ എടുത്തേക്കുന്നത് 300 ml കപ്പിൽ മൈദയാണ് അളന്നെടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ആദ്യം 250 ml കപ്പിൽ ഇട്ട് കൊടുത്തിട്ട് അത് നോക്കിയിട്ട് മാത്രം വേണം നമ്മൾ ബാക്കി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ എനിക്ക് ടോട്ടൽ അയക്കുന്നത് 300 ml മൈദയാണ് അയക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതിലും ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും ആ ഒരു പരുവയില്ലേ, ആ ഒരു പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ മാവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊക്കെ ഒട്ടി വരുന്ന ഒരു പരുവാണ്. ഇത് കണ്ടിട്ട് ആരും ഇനി ഇതിലേക്ക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അൺസോൾട്ടഡ് ബട്ടർ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ആണ് ഞാൻ ഇവിടേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയി നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരു വിട്ടു പോരുന്ന പരുവില്ലേ, ആ ഒരു പരുവം നന്നായിട്ട് എത്ര മാക്സിമം നമ്മൾ ശക്തിയിൽ കുഴയ്ക്കാൻ പറ്റുമോ ഇതുപോലെ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം. മാവൊക്കെ നന്നായിട്ട് കുഴച്ച ശേഷം ഇതുപോലെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ലെയർ ആയിട്ട് വേണം ഇത് വരാനായിട്ട്. അതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. അതുവരേക്കും നന്നായിട്ട് കുഴച്ച ശേഷം ഇത് മൂടി വെച്ച് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ഇപ്പൊ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇവിടെ ഡബിൾ ഷേപ്പ് ആയിട്ടുണ്ട്. തൊട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ് ആണ്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുഴച്ച ശേഷം നമ്മൾ ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. നമുക്കിതൊന്ന് നന്നായിട്ട്, അതായത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നത്. എല്ലായിടവും ഒരേപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരേ ഷേപ്പിൽ കിട്ടൂലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഒരു വലിപ്പത്തിലുള്ള ബോളില്ലേ, ആ ഒരു ബോളിന്റെ വലിപ്പത്തിൽ വേണം നമ്മൾ ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാം നമുക്ക് ഇതുപോലൊന്ന് ബോളാക്കി എടുക്കാം. ഇപ്പൊ നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ കൂടി തടവി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ വലിപ്പത്തിന് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. നമ്മൾ ഇത് പരത്തുന്ന സമയത്ത് കയ്യിലൊക്കെ ഒട്ടുന്ന പോലെ തോന്നും. നമുക്ക് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഞാനിവിടെ മൈദയാണ് ഇപ്പൊ ഇട്ട് കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ അവസാനം ബട്ടർ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മൈദ ചേർത്തിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് എടുത്ത് അതിന്റെ മുകളിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് അടുത്ത് പരത്തി വെച്ചേക്കുന്ന കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അടുത്തത് നമ്മൾ ഇതുപോലെ തന്നെ ഓരോരോ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്രോയിസന്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ നല്ലൊരു ലെയർ ആയിട്ട് കിട്ടുന്നത്. അത് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ലെയർ ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റുമോ അത്രയും പരത്തിയതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അൺസോൾട്ടഡ് ബട്ടർ തന്നെയാണ് എടുത്തു കൊടുത്തേക്കുന്നത്. എന്നിട്ട് അവസാനം വരെ ഇതുപോലെ തന്നെ നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരേ വലുപ്പത്തിന് വേണം ഇരിക്കാനായിട്ട് നോക്കുക. അല്ലാതെ പലതും പല ഷേപ്പിലാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ. അങ്ങനെ
അങ്ങനെ നമ്മൾ അവസാനത്തെ ലെയറും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ ഇതൊന്ന് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് വെക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അപ്പൊ തന്നെ നമുക്ക് പരത്തി എടുക്കാവുന്നുള്ളൂ. ഇത് പരത്തുന്ന സമയത്ത് ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ പരത്തി എടുക്കുവാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിലും സർക്കിൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടെ നല്ലത് നമ്മൾ റെക്ടാങ്കിൾ ഷേപ്പിലാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു കോൺ ഷേപ്പിലാക്കുമ്പോൾ ഏറ്റവും നല്ലത് അതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ എപ്പോഴും ക്രോസന്റ് ഇരിക്കുന്നത് കുറച്ച് കട്ടിയിലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതേ രീതിയിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ ഞാനിത് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് പരത്തിയ ശേഷം ഇതിന്റെ സൈഡ് വശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ സൈഡ് വശം നമ്മൾ കട്ട് ചെയ്യുന്നത് അത് ഈക്വൽ ആയിട്ട് നമുക്ക് കോണാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സൈഡ് വശം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ട്രയാങ്കിൾ പോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ അങ്ങനെ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്യാം. പക്ഷെ ഞാൻ കട്ട് ചെയ്ത സമയത്ത് പലതിനും പല ഷേപ്പ് ആയിരുന്നു. അതുകൊണ്ട് അവസാനം ഉണ്ടാക്കി വന്നപ്പോൾ ഓരോന്നിനും ഓരോ ഷേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ ഷേപ്പിലാക്കാനായിട്ട് നോക്കുക. കാരണം എനിക്ക് അത്ര പെർഫെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പലതും പല ഷേപ്പായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് നിങ്ങൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും, പക്ഷെ ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസമില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സൈഡ് വശമൊക്കെ നോക്കുമ്പോൾ നല്ല ലെയർ ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ അങ്ങോട്ട് റോൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഫില്ലിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റോ ചീസോ, പിന്നെ പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ചോക്ലേറ്റ് ആകുമ്പോൾ ഒന്നും കൂടെ നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ബട്ടർ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇനിയും ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഒക്കെ അങ്ങ് നല്ല രീതിക്ക് അങ്ങോട്ട് കൂടും. അതുകൊണ്ട് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കുന്നില്ല. നോർമലായിട്ട് ഒരു ക്രോസൻ്റ് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ജാമോ അങ്ങനെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഞാനിപ്പോൾ റോൾ ചെയ്യുന്ന സമയത്താണ് ഞാനിത് ശ്രദ്ധിച്ചത്. പലതിനും പല ഷേപ്പാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരേ രീതിക്ക് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ ഇരിക്കുന്നതാണ്. എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കാണുന്നതിലല്ലല്ലോ, ടേസ്റ്റിലല്ലേ ഉള്ള കാര്യം. പക്ഷെ ടേസ്റ്റിലൊക്കെ നല്ല ഒട്ടും തന്നെ വ്യത്യാസമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ ഒരേ സ്നാക്സ് ഒക്കെ തന്നെ കഴിക്കുമ്പോൾ ആർക്കാണെങ്കിലും മടിക്കില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇതിന്റെ ഷേപ്പ് ഒക്കെ കാണുമ്പോഴാണെങ്കിലും പിള്ളേർക്ക് കഴിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ഞാൻ സൈഡ് വശം കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതും ഞാനൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെക്കാം. ഞാൻ അറ്റ് എ ടൈം ഒരു 3 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഒത്തിരി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങ് വലുതായി വരുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അറ്റ് എ ടൈം 3 എണ്ണം മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് മുട്ട അങ്ങോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കാരണം അത് നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ക്രോയിസന്റും ബ്രെഡൊക്കെ കാണുമ്പോൾ കാണത്തില്ലേ, നല്ലൊരു ഗ്ലേസിംഗ് ആയിട്ട് നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വരത്തില്ലേ, അത് നമ്മളിങ്ങനെ ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് വെച്ചിട്ടായാലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും സെയിം ഇതുപോലെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എയർ ഫ്രയറിൽ ഒരു 140 60 മിനിറ്റ് വെക്കാം. ഇത് പ്രീഹീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്രോയിസന്റ് ഒക്കെ നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഒരെണ്ണം മാത്രം ഞാൻ അധികം പ്രസ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ സൈഡ് വശം ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രോയിസന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? ഇത് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാലും സെയിം ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഉടനെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.